ശ്രീ സി കെ ഷാക്കിർ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇ.ഡി. രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ്, അത് കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി എത്തിയിരിക്കുന്നു എന്നാണ് SDPIയുടെ വാദം. നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഇപ്പോൾ SDPIയുടെ വോട്ട് പോലും വാങ്ങുവാൻ UDF മടിയില്ലാത്ത ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് ഈ റെയ്ഡിനെ നിങ്ങൾക്ക് എതിർക്കേണ്ടി വരുമോ? അല്ല, എന്നോട് ചോദിച്ച് മഞ്ജുഷന് ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ അതിന് അർത്ഥമില്ലല്ലോ. എന്നോട് ചോദിച്ചിട്ടുള്ള മറുപടി പറയാം. നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ശരിയല്ല. അതായത് SDPIയുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്തവരാണ് UDF എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും SDPI വോട്ട് വാങ്ങിയിട്ടുള്ളത് LDF ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏതെങ്കിലും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന ഡ്യൂട്ടി അവർ ചെയ്യട്ടെ. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി BJPയുടെ ചട്ടുകമായി ടൂളായി പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ടൂളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ SDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൻ്റെ ആദ്യ രൂപമായി NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDPI ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും ഞങ്ങൾക്ക് നിലപാടുകൾ ഞങ്ങൾ പലതവണ ആവർത്തിച്ചതാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏതെങ്കിലും പക്ഷം പിടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ SDPIയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുന്നാലും ശരി, അതിന് തെളിവ് അവരെടുത്തുണ്ടെങ്കിൽ അവർ ആ തെളിവ് അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, ഞങ്ങൾക്കതിൽ വിരോധമില്ല. പക്ഷേ കഴിഞ്ഞ കാലത്തെ EDയുടെ ഈ 11-10 വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയുടെ പ്രമുഖ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കേജ്രിവാൾ ആവട്ടെ, ഹേമന്ത് സോറൻ ആവട്ടെ, നേരത്തെ DK ശിവകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരാവട്ടെ, ഈ പിണറായി വിജയൻ ഒഴികെയുള്ള BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയൻ ഒഴികെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ED ഉപദ്രവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെയാണ് SDPIയുടെ ഈ ഓഫീസിൽ റെയ്ഡ് നടത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയില്ല. അത് അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പക്ഷം പിടിക്കാനില്ല, അങ്ങനെ പക്ഷം പിടിക്കേണ്ട സാഹചര്യമില്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തിരുത്തേണ്ടതുണ്ട്. SDPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് കിട്ടിയിരുന്നു കേട്ടോ. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവിടെ UDF. അല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലോ അല്ലെ മറ്റു ഉപതെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് അത് ഒരു ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമില്ലതല്ലോ. നിങ്ങൾ നോക്ക്, ഇപ്പൊ പത്തനംതിട്ടയിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ചാനൽ തന്നെ ഈ CPM പാർട്ടിയാണെങ്കിൽ CPM SDPIയുടെ പിന്തുണയോടെ ഭരിക്കുന്നുണ്ട്, BJPയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ സഹായത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഭരിച്ചിരുന്നു. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ഏതെങ്കിലും സ്ഥലത്ത്, കേരളത്തിലെ 2000-ഓളം വരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്, ഒരു സ്ഥലത്തും ഇവരാരുടെയും പിന്തുണയോടെ ഞങ്ങൾ ഭരിക്കുന്നില്ല, ഭരിച്ചിട്ടില്ല, ഭരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് നിലപാട് സുവ്യക്തമാണ്. സംശയദൃഷ്ടിയോടെ കാണുന്ന പ്രസ്ഥാനങ്ങളുമായോ പാലക്കാട് പാർട്ടികൾ ആർക്ക് വോട്ട് ചെയ്തെന്നുള്ളതല്ലോ, അത് ഒരു പാലക്കാട് UDFനായിരുന്നു പിന്തുണ SDPI. അതിന് പ്രധാന കാരണം നമുക്കറിയാം, അവിടെ സ്വാഭാവികമായും BJP മറുവശത്ത് വരികയും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നയം സ്വീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ UDFുമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അലയൻസിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശം പാർട്ടി വിനിയോഗിച്ചു എന്ന് മാത്രം. പാലക്കാട് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ UDFനായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അന്ന് വലിയ ചർച്ചയായ വിഷയമാണ്. ഇവര് ഒരു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ അത് നിങ്ങൾ തിരുത്തേണ്ടതാണ്. ആ മഞ്ജുഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ടതാണ്. ഞങ്ങൾ SDPIയുടെ വോട്ട് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളല്ല. വോട്ട് ചെയ്യുന്നത് വേണ്ട എന്ന് പറയാൻ, അത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിലപാടിന് സാഹചര്യത്തിന് വോട്ട് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നാൽ മുന്നണിയായി ഭരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, പത്തനംതിട്ട ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. LDF എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്? ഞങ്ങൾ ഏതെങ്കിലും ഒരു ത്രിതല പഞ്ചായത്തിൽ വേറെ എവിടെയെങ്കിലും ഇവരുമായി ചേർന്ന് ഭരിക്കുന്നുണ്ടോ? പാലക്കാട്ട് BJPക്ക് ഭരിക്കാൻ ആദ്യമായി സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? LDF അല്ലേ, CPM അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തരാതരം പോലെ LDFും UDFും SDPIയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു പക്ഷം പിടിക്കാനില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണോ
ഇവിടെ ഈ റെയ്ഡിനെ അങ്ങനെ പൂർണ്ണമായി നിങ്ങൾ ഉദാഹരണം പറ. റെയ്ഡിനെ പിന്തുണയ്ക്കുകയോ അല്ല, മഞ്ജുഷ ഒരു റെയ്ഡിനെ ഉദാഹരണം എതിർക്കുകയോ പറഞ്ഞു. ചെയ്യുന്നില്ല ഞങ്ങൾ ഷാക്കിർ. ഇവരുമായി ചേർന്ന് അല്ല, ഭരിക്കുന്നതിനോ? പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല ഷാക്കിർ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. ഒരു അന്വേഷണ ഏജൻസി അതിന്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ നമ്മൾക്ക് മുൻധാരണ വെക്കാൻ പാടില്ല. എന്നാൽ ഇവരുടെ ഇഡിയുടെ പഴയകാല സ്വഭാവം വെച്ചിട്ട് 90% കേസുകളും ഇത് പിന്നെന്താ വ്യാജമായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ഇഡിയുടെ ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്കറിയാം. എന്നാൽ STPയെ സംശയത്തോടെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് എന്തിനാണ്?